സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ അതുപോലെ നന്ദി പ്രകടിപ്പിക്കുന്ന ഫാത്തിമ കെ, ഐഷ കെ, ഫൗസാന, അതുപോലെ ഐഷ സന, മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകൾ. ഇത് നമ്മുടെ വ്യത്യസ്തമായ ഒരു വീഴ്ചയല്ല. സാധാരണ ഹാളില് ചേരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീഴ്ചയാണ്. നമുക്ക് വളരെ പരിചിതമായ നമ്മൾ 1-2 വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് എത്തിയിരിക്കും, അതുപോലെ തന്നെ ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായി നടത്തുക എന്നുള്ളതാണ് ഈ എഴുപത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേര്. ഇപ്പോ അധ്യക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നത് പോലെയുള്ള സ്വാഭാവികമായി രാവിലെയോ വൈകുന്നേരമായി അവിടെ ആ കയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വെള്ളം വലിച്ചത്. ചൂടിയില്ലേ, അപ്പൊ അതേപോലെ വലിച്ചെറിയുന്ന സാധനങ്ങൾ അവിടെ തന്നെ സൂക്ഷിക്കപ്പെടും. നിങ്ങൾ ചിലപ്പോ 5ാം ക്ലാസ്സിലെ കുട്ടികളും ഓർമ്മിക്കുന്നുണ്ടാവും, ബാബു മാഷ്, സുരേഷ് ബാബു മാഷ് അന്ന് വന്നിട്ട് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് വളരെ നിസ്സാരമാണെന്ന്. ശുചിത്വപൂർണ്ണമാക്കാൻ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും നിരവധി വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉപയോഗിക്കുന്ന വസ്തുവിന്റെ എണ്ണം കൂടുന്തോറും മാലിന്യങ്ങൾ കൂടുന്നു. ഈ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാൻ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ നല്ല കുട്ടികളും നല്ല എല്ലാവർക്കും ഏറെ പരിചിതമായ പാട്ടാണല്ലേ ഇത്. ഇതിലെ ഗംഗകളെല്ലാം ശ്രദ്ധിച്ചു കാണാം. നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഈ വാക്കുകൾ കിട്ടാതാവുന്ന അവസ്ഥ അവർക്കും കൂടി കേടുകാണികളാണ്. അതുകൊണ്ട് നമ്മുടെ നാടിനെ ശുചിപൂർണ്ണമാക്കാൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുണ്ടാക്കുന്ന മാലിന്യം നമ്മളെയാണ് ബാധിക്കുക. നമസ്കാരം. ഇന്നത്തെ ഹരിതസഭയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വിദ്യാലയത്തെ കുറിച്ചാണ്. സമൂഹത്തിൽ നല്ല വ്യക്തികളെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളാണ് വിദ്യാലയങ്ങൾ. വിദ്യാലയം സൃഷ്ടിക്കുന്ന മാതൃകകളാണ് നാളെ സമൂഹത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നല്ല ശീലങ്ങൾ വിദ്യാലയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ 2 തരത്തിലുണ്ട്, ജീവമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും. അത് ഏറ്റവും മികച്ച രീതിയിൽ സംസ്കരിക്കാൻ പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അഥവാ പുനരുപയോഗം. നമുക്ക് ആവശ്യമില്ല നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത തുണികൾ ഉപയോഗിച്ച് റീസൈക്ലിംഗ് ചെയ്യുന്നതുമാണ്. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം കുറയുകയും തുണിസഞ്ചികൾ നിർമ്മിച്ചതിന് പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം കുറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കുകൾ എല്ലാവരും റീസൈക്ലിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നന്ദി. നമ്മുടെ വിദ്യാലയവും നമ്മുടെ വീടും അതുപോലെ നമ്മുടെ നാടും മാലിന്യമുക്തമാക്കാൻ നമ്മുടെ വിദ്യാലയം ആരംഭിച്ച വൃത്തിയുള്ള മാർഗമേ നമുക്ക് മുറിയിലെ പഠിക്കാൻ കഴിയും. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കാനും അതുപോലെ മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കാനും നാം നടത്തിയ പ്രവർത്തനത്തോടെ സാധിച്ചു.
പരിപാടി